Alexa, play the intro. Okay. ഹലോ ഗൈസ്, മാമോസ് മീഡിയ എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളൊരു സാധനം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. ഇന്നലെയാണ് സാധനം വന്നത്. അൺബോക്സ് ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതാണ് വീഡിയോക്ക് ഇത്തിരി ഡിലേ വന്നത്. നൈസായിട്ട് നമുക്ക് ഈ സാധനം ഒന്ന് തുറന്ന് നോക്കാം. പ്രത്യേകിച്ച് എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാനില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു പാക്കാണ്. നമ്മിത് കാണുമ്പോൾ വിചാരിക്കും വലിയ എന്തോ സംഭവമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാണുമ്പോൾ പ്ലാസ്റ്റിക് കവർ, പക്ഷേ അതൊന്ന് വെട്ടിക്കൊടുത്താലേ പെട്ടെന്ന് കിട്ടുള്ളൂ, അതൊക്കെ ടൈറ്റ്. തുറന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ പുതിയ കൂളിംഗ് പാഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ നോക്കി ഓർഡർ ചെയ്തേക്കണ ANT Esports-ൻ്റെ NC160 എന്നുള്ള നോട്ട്ബുക്ക് കൂളറാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഞാൻ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ചെക്കൗട്ട് ചെയ്യുക, സാധനം പർച്ചേസ് ചെയ്യുക. എന്തോ 500 റുപ്പീസിന് താഴെയാണ് ഇപ്പോൾ കറണ്ട് റേറ്റ് വന്നേക്കണേ. ഒറിജിനൽ പ്രൈസ് 1.5K റേറ്റ് എബോവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 LED ലൈറ്റ്സ് വരുന്നുണ്ട്. അതും റെഡ് കളർ ഓൺലി ആണ് കേട്ടോ, RGB മിക്സ്ഡ് അല്ല, ജസ്റ്റ് റെഡ് കളർ മാത്രം. പിന്നെ 125mm കൂളിംഗ് ഫാനാണ് കേട്ടോ വന്നേക്കണേ. 2 എണ്ണം വന്നിട്ടുണ്ട്. അതേപോലെ 5 ടൈപ്പിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രത്യേകത ഇവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ കവറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ തന്നെ ഫോൺ വെക്കാനൊരു സ്ലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 15.6 ഇഞ്ച്. ഓക്കെ, അത്രയും വലിപ്പമുള്ള ഒരു ലാപ്ടോപ്പിന് വരെ ഈ കൂളിംഗ് പാഡ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒന്ന് തുറന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ. ഓക്കെ ഗൈസ്, ഇത് കാണുന്ന പോലെ അല്ല, ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ലാസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിലാണെങ്കിൽ അവർ USB to USB ടൈപ്പ് ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ കേബിളേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ കൂളറിന് 2 സ്ലോട്ട് ഉണ്ട് കേട്ടോ, USB സ്ലോട്ട്സ്. പിന്നെ അതേ നമ്മുടെ ഫോൺ ഹോൾഡർ ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംഭവം നമുക്ക് കവർ ഒന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഐറ്റം ഗൈസ്. കൊള്ളാമല്ലേ, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലുക്ക്. ഞാൻ പിക്ചറിൽ കണ്ടതിലും ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. പിക്ചറിൽ കണ്ടപ്പോൾ എന്താ പറയുക, ഒരു നോർമൽ സൈസ് അല്ലേ കാണുള്ളൂ. ഇപ്പോൾ നല്ല എന്താ പറയുക, ലുക്ക് ഉണ്ട് ഈ സാധനത്തിന്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ANT Esports എടുക്കാൻ കാരണം എൻ്റെ കയ്യിലുള്ള കീബോർഡ് എന്താ പറയുക, RGB കീബോർഡാണ്. അതും ANT Esports-ൻ്റെ തന്നെയാണ്. അറൗണ്ട് 2K നമുക്ക് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. അത് വയേർഡ് മൗസ് വിത്ത് കീബോർഡ് കോംബോ ആണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നല്ലൊരു സാധനമാണ് ANT Esports-ൻ്റെ. എനിക്ക് എന്തൊരു സാധനവും പ്രൊഡക്ട്സ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എന്താണെങ്കിലും ANT Esports-ൻ്റെ എടുത്താൽ മതി കേട്ടോ. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നല്ലൊരു സാധനമാണ് ഗൈസ്. ഫ്രണ്ടിൽ ലാപ്പ് വെക്കാനുള്ള സ്റ്റാൻഡ്സ് ഇങ്ങനെയാണ്. പിന്നെ അതേ ബാക്കിൽ വന്നിരിക്കുന്നത് 2 USB സ്ലോട്ട്സ് നേരത്തെ പറഞ്ഞ മാതിരി. അതേപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എന്താ പറയുക, ഒരു സാധനം വെച്ചിട്ടുണ്ട്. പറയാൻ കിട്ടുന്നില്ല, വായിൽ വന്നതായിരുന്നു, മറന്നുപോയി. അപ്പോൾ ആ സാധനവും വെച്ചിട്ടുണ്ട്. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അതേ നമ്മളുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ 4 മോഡുണ്ട്. അതേപോലെ തന്നെ 5th മോഡ് എന്ന് പറയുന്നത് എന്താ പറയുക, നോർമൽ ഹൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ 4 ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങും പ്ലസ് 5th വണ്ണ് നമുക്ക് നോർമൽ ഹൈറ്റ് യൂസ് ചെയ്യാനും. ഓക്കെ, നമുക്ക് പിന്നെ ഹൈറ്റ് അത്രയും വേണ്ടാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ഹൈറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സാധനം നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറക്കണ കാര്യം അങ്ങനെയൊന്നും വേണ്ട, നേരെ ഈ ഫോൺ ഹോൾഡർ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് വേറെ എക്സ്ട്രാ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആ ഫോൺ അവിടെ ഇരുന്നോളും. ഇനി ചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ആയിട്ടാണ് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്ത് ഇപ്പോൾ പൊളിച്ചേക്കുന്നത്. ഓക്കെ ഗൈസ്, കൂടുതൽ പറഞ്ഞു ബോറാക്കുന്നില്ല, നമുക്ക് നേരെ സെറ്റപ്പ് കണ്ടു നോക്കാം കേട്ടോ. ഗൈസ്,
ഇതാണ് നമ്മളുടെ ഫൈനൽ സെറ്റപ്പ്. ഓക്കെ, നമുക്ക് ഇവിടെ മൈക്ക് ഉണ്ട്. ഇവിടെ മാമൂസ് പാട്ടുകാരി ആയതുകൊണ്ട് നല്ലൊരു മൈക്ക് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഹെഡ്സെറ്റും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ UPS ഇരിപ്പുണ്ട്. അതിൻ്റെ മുകളിലിരിക്കുന്ന സാധനം നിങ്ങൾ ഇനി എന്തുകൊണ്ടാണാവോ എന്ന് വിചാരിച്ചിങ്ങനെ പരാതിൽ വായണ്ട. സംഭവം വേറൊന്നുമില്ല, ഈ മൈക്ക് കൺട്രോൾ ചെയ്യണ സൗണ്ട് കാർഡാണ്. ഞാനിപ്പോൾ പുറത്തോട്ട് എടുക്കുന്നില്ല, കാരണം വയറിംഗ് കിറ്റുകൾ കുറേ സംഭവങ്ങളുണ്ട് അവിടെ. അതൊക്കെ ബ്ലോക്കായി പിന്നെ പണിയാവും. അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ അതായത് നമുക്കൊരു RGB കീബോർഡ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ AT സ്പോർട്സിൻ്റെ RGB കീബോർഡ് വിത്ത് മൗസ് കോംബോ ആണ്. അത് കിടുക്കൻ സാധനം. പിന്നെ അതേ നമ്മളുടെ മൊബൈൽ ഹോൾഡർ, എൻ്റെ ഫോൺ തന്നെയാണ്, പൊളി സാധനം. പിന്നെ അതേ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഉൾപ്പെടുത്താൻ മറന്നുപോയി, നമ്മളുടെ ഒരു RGB സ്പീക്കർ ഇരിപ്പുണ്ട് കേട്ടോ. അത് ബ്ലൂടൂത്ത് ആണ്. അതേപോലെ ഇതാണ് നമ്മളുടെ പുതിയ ലാപ്ടോപ്പ്. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായുള്ളൂ, ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. സ്പെക്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ i7 വിത്ത് Intel Iris Xe ഗ്രാഫിക്സ് ആണ് വന്നേക്കുന്നത്. 16GB DDR4 റാം ഉണ്ട്. 512ൻ്റെ സാംസങ് SSD ആണ് വെച്ചിരിക്കുന്നത്. നല്ല രീതിക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നല്ല അടിപൊളി ലാപ്ടോപ്പാണ്. HP-യുടെ തന്നെ നല്ലൊരു ലാപ്ടോപ്പാണ്. അത്യാവശ്യം വർക്കും കാര്യങ്ങളും എന്ത് വേണമെങ്കിലും ചെയ്യാം. എഡിറ്റിങ്ങിനാണെങ്കിലും അത്യാവശ്യം ഉഗ്രം സാധനമാണ്. എടുത്തു പറയാൻ ഇപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലത്താണ് ഈ ഒരു ബിൽഡ് ചെയ്തേക്കുന്നത്. അല്ലാതെ നമ്മൾ യൂട്യൂബേഴ്സിനെ പോലെ വലിയ വലിയ ടേബിൾ എടുത്ത് വലിയ PC ബിൽഡ് ചെയ്ത് നമ്മൾ അങ്ങനെയല്ല ചെയ്തേക്കണേ. നോർമൽ ഇതാവുമ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് എവിടെ വേണമെങ്കിലും കംഫർട്ടബിൾ ആണ്, പോർട്ടബിളായിട്ട് യൂസ് ചെയ്യുക. PC ആകുമ്പോൾ നമ്മളൊരിടത്ത് ബിൽഡ് ചെയ്ത് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കാനേ പറ്റുള്ളൂ, പുറത്തോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ രീതിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു നൈറ്റ് വിഷ്വൽ കണ്ടിട്ട് വരാം കേട്ടോ. A few moments later. ഗൈസ്, ഇതാണ് നമ്മളുടെ നൈറ്റ് സെറ്റപ്പ് കേട്ടോ. നൈറ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേട്ടോ. ഇതാകുമ്പോൾ എല്ലാ RGBസും കിട്ടുന്നുണ്ട്, നല്ല ലുക്കാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പർ തന്നെ നമ്മൾ ഹോഗ്വാർട്സ് സിറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് റെയിൻ മീറ്ററിൻ്റെ വക കസ്റ്റമൈസേഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കർ, നേരത്തെ പറഞ്ഞ പോലെ കീബോർഡ് വിത്ത് മൗസ് കോംബോ. പിന്നെ നമ്മുടെ കൂളർ ഓൾറെഡി എന്താ പറയുക ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മളുടെ ഫോണാണ്, അത് സൈലൻ്റ് ആയിരിക്കണമെന്ന് നോക്കണ്ട. ആളിത്തിരി പാവമാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അട്രാക്ഷൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും ചെറിയ ബിൽഡ് കേട്ടോ. ഓക്കെ, ബിൽഡെന്ന് പറയാൻ പറ്റില്ല, ഒക്കെ മേടിച്ചിട്ട് തട്ടിക്കൂട്ടി ഇങ്ങനെ ചെറിയ സെറ്റപ്പിൽ സെറ്റാക്കി വെച്ചേക്കുന്നു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എഡിറ്റിംഗ് പർപ്പസ് ആയാലും പിന്നെ വർക്ക് ബേസ്ഡായാലും എന്തിനായാലും നല്ല കംഫേർട്ട് സെറ്റപ്പാണ്. ഈ സെറ്റപ്പ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിട്ടോ. അപ്പോൾ ഇനി വല്ല ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അത് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചോ, ഒന്നും നോക്കണ്ട. എന്നാലേ ഇതേപോലത്തെ നല്ല കിഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ബൈ.